Hello, this is Tintu Ravindran, and now you are stepping into Tales Untold, where every story has a side you have never heard. ഇന്ന് നമ്മളോടൊപ്പം ടെയിൽസ് അൺടോൾഡിലുള്ളത് പവിത്രം സീരീസിലെ ജസ്റ്റിസ് ശങ്കരനാരായണനാണ്. ഒത്തിരി പ്രമുഖമായിട്ടുള്ള ആഡ് ഷൂട്ട്സിൻ്റെ പാർട്ടായിട്ടുള്ള വിനയ് മേനോൻ. ലെറ്റ്സ് മീറ്റ് ഹിം. വെൽക്കം വിനയേട്ടാ. താങ്ക് യു. ആദ്യമായി തന്നെ ഒരു ഡെപ്തിലുള്ളൊരു ചോദ്യം. അയ്യോ, ഈ കട്ട ഗ്ലാമർ കാരണം കരിയറിൽ എന്തെങ്കിലും റോൾ നഷ്ടമായിട്ടുണ്ടോ? ഇഷ്ടം പോലെ. സൗന്ദര്യം ഒരു ശാപമായ മൊമെന്റ്? ഇഷ്ടം പോലെ. നായികയെ കിട്ടുന്നില്ല എന്നും പറഞ്ഞിട്ട് എന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. സീരിയസ്ലി. ഹൈറ്റിനൊക്കെ ആ ഒരു പേഴ്സണാലിറ്റി മാച്ച് ചെയ്യണമല്ലോ. കാസ്റ്റിംഗ് ഏജൻസ് എനിക്ക് മെസ്സേജ് വരെ അയച്ചിട്ടുണ്ട്. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള പെയർ കിട്ടാത്തതുകൊണ്ട് വി ആർ ഓപ്റ്റിംഗ് യു ഔട്ട്. ശരിക്കും എന്താണ് ഒരു ഇത് പറയുകയാണെങ്കിൽ? പിന്നെ നമ്മുടെ തലയിൽ പ്രോജക്റ്റ് ഉണ്ടായില്ല എന്ന് വിചാരിച്ചാൽ മതി. എന്നാലും അപ്പൊ അങ്ങനെ ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിച്ചതാണെങ്കിലും അത് എത്രയും പ്രസക്തി ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതിയില്ല. ഓക്കെ വിനേട്ടാ, അപ്പൊ ക്യാമറയ്ക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റാത്ത ഒരു വിനയ് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? ആസ് എ പേഴ്സൺ ആൻഡ് ആസ് എ ആർട്ടിസ്റ്റ് ഹൗ ഡിഫറെന്റ്? ഞാൻ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ ആക്ടർ ആവണം എന്നുള്ളത് എൻ്റെ ഉള്ളിലെ ചെറുപ്പം മുതലുള്ള ഒരു മോഹമാണ്. അതിങ്ങനെ അന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല വീട്ടിൽ. പയ്യെ ഒരു ഘട്ടം എത്തിയപ്പോൾ എൻ്റെ മിസ്സിസ് തന്നെ എനിക്ക് ജാ ബേട്ടാ ജാ അതായിരുന്നു. ഓക്കെ, അപ്പോ എന്തായിരുന്നു ആ ഒരു യുറേക്ക മൊമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാനായിട്ട് അങ്ങനെയൊന്നുമില്ല. ഒരു 15 years ബാക്ക് ഒരു ആൽബം വന്നിരുന്നു. ആൽബത്തിൽ അഭിനയിക്കാനായിട്ട്. അപ്പോൾ അതിൽ വില്ലൻ. അപ്പോൾ എനിക്ക് വില്ലൻ ക്യാരക്ടേഴ്സിനോട് പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ അതിൽ വില്ലനാന്ന് പറഞ്ഞു. ഓക്കെ, ആൽബം ഇറങ്ങിയിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെന്നെ പിടിച്ച് നായകനാക്കി. ഈ നായകനായിട്ട് അഭിനയിക്കുന്നവൻ അങ്ങോട്ട് കാശ് കൊടുത്ത് വന്നവനാ. എന്നിട്ട് എന്നെ നായകനാക്കി അവനെ വില്ലനാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ആൽബം എന്തൊക്കെയോ അവർ കാണിച്ചു കൂട്ടി. പക്ഷെ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ താല്പര്യം കുറഞ്ഞു. കാരണം ഇൻഡസ്ട്രി എങ്ങനെയാണെന്നും പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ പിന്നെ തിരിച്ച് എൻ്റെ ജോലി സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോന്നു. പക്ഷെ ഈ മോഹം എപ്പോഴും ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു, ഇറങ്ങണം എന്നുള്ളത്. പക്ഷെ ഇത് വീട്ടിൽ പറയാതെ കേട്ടോ പോയി ചെയ്തത്. അപ്പോൾ അതിൻ്റെ ടെൻഷൻ വേറെ. അങ്ങനെ പക്ഷെ ഞാൻ വിചാരിച്ചു ആ ആൽബം എന്തെങ്കിലും ഇറങ്ങുമായിരിക്കുന്നു. പക്ഷെ ഇറങ്ങിയില്ല അത്. ഓക്കെ, കാരണം എനിക്ക് തോന്നുന്നു ഒരു വില്ലനെയൊക്കെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്ത് തുടങ്ങിയത് ഇപ്പൊ വളരെ അടുത്താണ്. ഒരു 15 years ബാക്കൊക്കെ നമ്മൾ ഒരു ഫ്രണ്ട് ഫേസിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരു വില്ലൻ റോൾ എടുക്കുക എന്ന് ആലോചിക്കുമ്പോൾ അതൊരു ഭയങ്കര റിസ്ക് ആയിരുന്നില്ലേ ആക്ച്വലി? അല്ല, ഞാൻ അങ്ങനെ ഹീറോ ആവണം അങ്ങനത്തെ തോട്ട്സ് ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് മെയിനായിട്ട് ക്യാരക്ടർ റോൾസ് അതിനോടായിരുന്നു താല്പര്യം. പിന്നെ വില്ലനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായകന് ഒത്ത എതിരാളി എന്നുള്ള രീതിയിലാണ് ഞാൻ ആ സമയത്ത് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെ നായകൻ വില്ലൻ അങ്ങനെയൊന്നുമില്ല. എനിക്ക് നല്ലൊരു വേഷം കിട്ടാന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരു ആക്ടർ എന്ന നിലയിൽ ഒരു സെൽഫ് ഡൗട്ട്, ജെന്യൂൻലി ഒരു സെൽഫ് ഡൗട്ട് തോന്നിയ ഒരു മോമെന്റ് ഉണ്ടായിട്ടുണ്ടോ? മീൻസ് ലൈക്ക് ഇതിങ്ങനെ ആയിരുന്നില്ല, ഇതെന്നെ കൊണ്ട് പറ്റുമോ, ആം ഐ ഏബിൾ ടു ഡു ഇറ്റ്, അങ്ങനെ ഒരു മൊമെന്റ്, പിന്നെ അത് ഓവർകം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൊമെന്റ് വന്നത് കാരണം ഒരു അവസരം വേണ്ടാന്ന് നോക്കി അങ്ങനെ, അതായത് എന്നെ കൊണ്ട് സാധിക്കും എന്നിപ്പോൾ സെൽഫ് ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു മൊമെന്റ് ആണല്ലോ. അത് അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആയിക്കോട്ടെ, എപ്പോഴെങ്കിലും ഒരു സെൽഫ് ഡൗട്ട് തോന്നിയ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു പേഴ്സണൽ ലൈഫിലോ ആക്ടിങ്ങിലോ? അല്ല, സെൽഫ് ഡൗട്ട് അങ്ങനെ ഇല്ല എനിക്ക്. ഞാൻ ഏതൊരു ചലഞ്ചും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു വേഷം വന്നു കഴിഞ്ഞാൽ ഞാൻ എടുക്കും. പക്ഷെ അത് കഴിയുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്നുള്ള അങ്ങനത്തെ തോന്നൽ അതാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ അങ്ങനത്തെ സെൽഫ് ഡൗട്ട്സോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പൊ നന്നാക്കാമായിരുന്നു എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് ഓർമ്മ വന്നത്. വിനേട്ടൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ള, എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും സെൽഫിൽ, അല്ലേ? അത് റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കും. ഒബ്സർവേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് എക്സ്റ്റേണൽ ഹെൽപ്പ് ആണെങ്കിലും മെൻറ്റേഴ്സിൻ്റെ ഹെൽപ്പ് ആണെങ്കിലും അത് ഒരു വലിയൊരു മെസ്സേജ് അല്ലേ ആസ്പയറിങ് ആക്ടേഴ്സിന്? ഓർ വാട്ട് ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. ബട്ട് വാട്ട് ഡു യു ഫീൽ ജെന്യുവൻലി സമ്മൺ ഷുഡ് ഡു? അല്ല, നമ്മൾ ഏത് ഫീൽഡിലാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ IT ഫീൽഡിലാണെങ്കിലും പുതിയ
പുതിയ പുതിയ സോഫ്റ്റ്വെയർസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഴയ ഒരു എന്താ അതിന് പറയുന്നത് പവർ ബിൽഡർ അങ്ങനത്തെ VB ബേസിക് ഒക്കെ പഠിച്ച ആളാണെന്നും പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. കാരണം നമ്മൾ കാലത്തിനൊത്ത് മാറിക്കൊണ്ടിരിക്കണം. സെയിം വേ നമ്മൾ ആക്ടിങ്ങിലാണെങ്കിലും പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നുണ്ട്. അത് എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ തന്നെ ആവണം. അതപ്പോൾ ഹെൽപ്പ് ചെയ്യാറുണ്ടോ ഈ മെന്റേഴ്സ്? ഞാൻ എപ്പോഴും ഒരു 6 to 8 months കൂടുമ്പോൾ ഞാൻ റിഫൈൻ ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. കാരണം എപ്പോഴും ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. എപ്പോഴും പോരാ, ഇനിയും വർക്ക് ചെയ്യാനുണ്ടെന്നുള്ളൊരു കാരണം ഞാൻ വളരെ ലേറ്റായിട്ടാണ് ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. അപ്പോൾ എനിക്ക് സമയം വളരെ കുറച്ചുള്ളൂ. അപ്പോൾ ഐ ഷുഡ് വർക്ക്, ആ തോട്ടാണ്. IT ജാർഗൺസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, IT-യുമായിട്ടുള്ള ആ ഒരു ബന്ധം ഒന്ന് വിശദീകരിക്കാമോ? എൻ്റെ കരിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് സൈഡിലാണ് ഞാൻ തുടങ്ങിയതെങ്കിലും പക്ഷേ എനിക്കതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റിയില്ല. ഞാനത് CAD/CAM സോഫ്റ്റ്വെയറിലേക്ക് മാറി. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് ആധാർ എന്ന് പറഞ്ഞ പ്രോജക്റ്റിലേക്ക് മാറി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ കെമിക്കൽ സൈഡിലേക്ക് മാറി. അങ്ങനെ കരിയർ മൊത്തം പല പല ഫീൽഡുകളാണ് എടുത്തിരുന്നത്. അത് എടുക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ചലഞ്ചസ്, പുതിയ പുതിയ സംഭവങ്ങൾ വരുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാനിപ്പോൾ ഈ ഇൻഡസ്ട്രിയിലേക്കും വരാനുള്ള കാരണം. എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ആക്ടിങ് ഒരു പാഷനല്ല, കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് ഏത് മൊമെന്റിലാണ് തോന്നിയത്? ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാൻ ഒരു ആഡ് ചെയ്തപ്പോഴാണ്. അതായത് പൃഥ്വിരാജിൻ്റെ കൂടെ കല്യാൺ സിൽക്സിൻ്റെ ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണ്ടെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തേ പറ്റൂ, കാരണം യു ഹാവ് എ ഫ്യൂച്ചർ. അപ്പോൾ അപ്പോൾ എനിക്ക് ജോലി അതൊരു ടെൻഷൻ, വരുമാനം അതൊരു ടെൻഷൻ. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ ലേറ്റർ ഓൺ ഐ തോട്ട് ദാറ്റ് ഇതിലാണ് എനിക്കിഷ്ടമെങ്കിൽ എൻ്റെ കരിയർ ഇതിലാണ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പാഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ഏത് വർക്കാണെങ്കിലും നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതർവൈസ് ഇറ്റ് വോണ്ട് വർക്ക്. ഇതിപ്പോൾ എത്ര വർഷത്തിന് മുന്നെയാണ്? ഇത് എനിക്ക് തോന്നുന്നു 2020 ആ സമയത്താണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ചോദിക്കണം, ഒരു 10 years ബിഫോർ ഉള്ള ഒരു വിനേട്ടനെ കാണുകയാണെങ്കിൽ വാട്ട് വിൽ യു ടെൽ ഹിം? എല്ലാ ഡിസിഷൻസും കറക്റ്റ് ആയിരുന്നു എന്നാണോ, അല്ലെങ്കിൽ കുറച്ചെന്തെങ്കിലും വേറെ എന്തെങ്കിലും രീതിയിൽ ചെയ്യണമായിരുന്നു എന്നല്ല, വാട്ട് ഡു യു ഫീൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ? നേരത്തെ ഇറങ്ങാമായിരുന്നു എന്ന് തോന്നാറുണ്ട്. അത് ഞാൻ തന്നെ തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഐ വാസ് വെയിറ്റിംഗ് ഫോർ മൈ പാരൻസ്, അല്ലെങ്കിൽ ആരുടെങ്കിലും തലയിൽ ബ്ലെയിം ഇട്ടിട്ട് ഇറങ്ങാന്നുള്ളതായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ദേ ആർ സപ്പോർട്ടിങ് മീ. അപ്പൊ അതൊരു നേരത്തെ ഇറങ്ങാമായിരുന്നു എന്നുള്ള, കാരണം അവർക്കും ഒരു കോൺഫിഡൻസ് വേണമല്ലോ. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നോ, അല്ലെങ്കിൽ എനിക്കൊരു സക്സസ്, അവരുടെ ഭാഷയിൽ സക്സസ് ആയിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളത് അവർക്ക് അറിയില്ല. കാരണം അൺസർട്ടനിറ്റി ഒരുപാടുണ്ട്. ഒരുപാട് കഥകൾ, പോസിറ്റീവിനേക്കാളും കൂടുതൽ നെഗറ്റീവ്സ് ആണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. സോ അപ്പൊ അതൊക്കെ കാരണം അവർക്കും ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവാം. ഞാൻ ചോദിച്ചിട്ടേ ഇല്ല, ചോദിച്ചു വെറുതെ എന്തിനാന്ന് അല്ലേ? ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാര്യവും നെഗറ്റിവിറ്റിയും പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ട്രോൾ ചെയ്യ മൊമെന്റ്സ് ഉണ്ടോ? ഉണ്ട്. അത് എഫക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ട്രോൾ അത് കാരണം പണ്ടേ എൻ്റെ വീട്ടിലുള്ളവർ എന്നെ നന്നായിട്ട് കളിയാക്കാറുള്ളതുകൊണ്ട് പുറത്തുനിന്നുള്ളത് നല്ല കേൾക്കാറില്ല. കാരണം ഒരു ആഡ്, ഒരു ഷൂവിൻ്റെ ഒരു പരസ്യം, ഷൂവിൻ്റെ പരസ്യം ചെയ്യുമ്പോൾ എന്നിട്ട് അതിൻ്റെ ക്യാപ്ഷൻ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ട്രോള് ഉടനെ ഇറങ്ങി ജഗതിയുടെ മുഖം വെച്ചിട്ട് അതെന്താ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പം കുറേ പേര് എനിക്ക് അയച്ചു തന്നു. അതായത് കളിയാക്കുന്നവരാണ് കൂടുതൽ അയച്ചു തന്നത്. പക്ഷെ എനിക്ക് രസം തോന്നി, കൊള്ളാം. ഞാൻ അതും
നമുക്കൊരു റീച്ച് വരുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്, അന്നേരം കണ്ടത്. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. അത് കൊള്ളാം. ഈ കളിയാക്കുന്നവർ എന്ന് പറഞ്ഞതുകൊണ്ട് അതിൽ നിന്നുള്ളൊരു ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ സ്കൂൾ ഗ്രൂപ്പ്, കോളേജ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ പ്രൊഫഷണലുള്ള ഗ്രൂപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പൊങ്ങി വരുന്ന സമയത്ത് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഒരു കളിയാക്കലോ, അതായത് ഇന്നിപ്പോൾ വിനയേട്ടൻ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്ന പലരും കണ്ടു കാണില്ല അന്ന്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ ഓർത്ത് വെക്കാൻ പറ്റിയ? ഞാൻ അങ്ങനെ ഓർത്തൊന്നും വെക്കാറൊന്നുമില്ല. എന്നാ മറന്നുപോയി എന്തെങ്കിലും? അല്ല, കളിയാക്കൽ നമ്മൾ സുഹൃത്തുക്കളുടെ ഇടയിൽ എപ്പോഴും ഉള്ള ഒരു കാര്യം. നിനക്ക് വേറെ പണിയില്ലടാ എന്നുള്ള ഒരു ചോദ്യം നമ്മളെല്ലാവരും കേൾക്കുന്നതാ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട്, നീ പണ്ടും മിമിക്രിയും ഇതൊക്കെ ഞങ്ങളെയൊക്കെ കളിയാക്കാറുള്ളതല്ലേ, അതായത് അവരെ ആക്ട് ചെയ്യുക, അതൊരു നേരം പോക്കിന് വേണ്ടി കാണിക്കുന്നതാണ്. അപ്പൊ അന്നേ നീ ഇവിടെ വന്ന് ചേരുന്നു നമുക്കറിയായിരുന്നു എന്നാ ഇന്ന് അവൻ പറയുന്നുണ്ട്. അന്ന് അതങ്ങനെയല്ലല്ലോ പറഞ്ഞത്, അത് മനസ്സിലായി. ഓക്കെ. അപ്പൊ അത് കല അപ്പൊ പണ്ടേ രക്തത്തിലുണ്ടായിരുന്നു അല്ലേ? അങ്ങനെ ഇല്ല, ഇല്ല, കല അങ്ങനെ രക്തത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടം കൊണ്ട് ഞാൻ വന്നതാണ്. എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫാമിലി, ഡിസ്റ്റന്റ് ഫാമിലിയിൽ അവർക്ക് തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്ന ഒരു സിനിമ തന്നെ റിപ്പീറ്റായിട്ടിരുന്ന് കണ്ടുകൊണ്ടിരുന്ന കാലമുണ്ട്. എന്നിട്ട് ഞാൻ എല്ലാ തേഴ്സ്ഡേയും ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ നാളെ നല്ല സിനിമ വരണേന്ന്. അവർക്ക് ആ സിനിമ 2 ആഴ്ച ഓടിക്കഴിഞ്ഞാൽ അവർക്കൊരു വരുമാനമാണ്. അവിടെ ഞാൻ തീരുമാനിക്കുകയാണ്, നാളെ ഇത് മാറ്റിയിട്ട് പുതിയ പടം ഇട്ടാൽ മതിയായിരുന്നു. അത് കുട്ടിക്കാലത്തെ ഓരോ തമാശകൾ. അപ്പോൾ ഇന്ന് ഞാൻ സിനിമകൾ കാണുന്നുണ്ട്, പക്ഷെ ഇന്ന് എനിക്ക് ആസ്വാദനം കുറഞ്ഞിരിക്കുകയാണ്. സിനിമ എനിക്ക് അങ്ങനെ ആസ്വദിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിലെ ടെക്നിക്കൽ സൈഡ്, ഓരോ ആക്ടേഴ്സ് എങ്ങനെ പെർഫോം ചെയ്യുന്നു, അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്, ഇതൊക്കെയാണ് ഞാൻ അങ്ങനെ ആയിപ്പോയിരിക്കുകയാണ്. ചില പടങ്ങൾ ചിലപ്പോൾ നല്ല പടങ്ങളാണെങ്കിൽ നമ്മൾ ആസ്വദിക്കുകയും ചെയ്യും. പക്ഷെ ചില സമയത്ത് ഞാൻ എന്നെ ഓരോ ക്യാരക്ടറിൽ ഞാൻ പ്ലേസ് ചെയ്ത് നോക്കും. അങ്ങനെയായി മാറി ഇപ്പോൾ. ഞാനത് ചോദിക്കാനിരുന്ന ഒരു ചോദ്യമായിരുന്നു. അതായത് ഒരു പ്രേക്ഷകനായിട്ടാണോ കൂടുതലും, അല്ലെങ്കിൽ ഒരു ആക്ടറായിട്ട് അതിൻ്റെ ന്യൂആൻസസ്, സ്മോൾ സട്ടിൽ മൂവ്മെന്റ്സ് പഠിക്കുന്ന ഒരാളായിട്ടാണോ കൂടുതലും ഒരു സിനിമ കാണുന്നതെന്ന്? ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഓരോ ആക്ടറും എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് ഞാൻ കൂടുതൽ സീരിയസ് ആവാൻ തുടങ്ങിയിരിക്കുകയാണ്. അവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ആ രീതിയിൽ ഞാൻ ഇപ്പോൾ വാച്ച് ചെയ്യുന്നത് കൂടുതൽ. അതെനിക്ക് തോന്നുന്നു ഒരു ഇതിലാലോചിക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ നേരത്തെ പറഞ്ഞൊരു ആസ്വാദനം എന്നുള്ളത് ലാസ്റ്റായിട്ട് ആസ്വദിച്ചൊരു പ്രേക്ഷകനായി കണ്ട ഒരു മൂവി ഓർമ്മയുണ്ടോ? ഞാൻ ഇപ്പം ആ സിനിമയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പ്രൊപ്പഗൻഡ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറയും. അതില് നായകൻ ഇങ്ങനെ ചെയ്തു. ഇല്ലില്ല, ആ മൂവി നല്ല ടോട്ടൽ എന്റർടൈൻമെന്റ് ആണ്. പക്ഷെ നമുക്കത് പലരും പല രീതിയിലാണ് ആ മൂവിയെ കാണുന്നത്. ഞാൻ ടോട്ടൽ എന്റർടൈൻമെന്റ് ആയിട്ട് തന്നെയാണ് ഞാൻ ആ പടം കാണുന്നത്. ഡയറക്ടറിന്റെ ബ്രില്യൻസ് ആണ് നമ്മളെ അത്രയും നേരം നമ്മളെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത്. അയാളുടെ ഒരു ടെക്നിക്കൽ സൈഡാണെങ്കിലും ആക്ടിങ് സൈഡാണെങ്കിലും അയാൾ ചെയ്തേക്കണ ഒരു വലിയ ഹാറ്റ്സ് ഓഫ്. ബാക്കിയുള്ള പൊളിറ്റിക്സും ഇതൊക്കെ അത് വേറെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മൾ ആ സിനിമ കാണാൻ പോകുമ്പോൾ നമുക്ക് കൊള്ളാം, നമുക്ക് സമയം ലാഗ് അടിക്കില്ല, ടോട്ടൽ എന്റർടൈൻമെന്റ് എന്നൊക്കെ പറയില്ലേ. ബാക്കി കുറെ ചർച്ചകൾ നമുക്ക് വേറെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ എന്താണ് എന്റർടൈൻഡ് ആവുക എന്നുള്ളതാണ്. നമ്മൾ ചില പടങ്ങൾ കാണുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോരാനൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇന്റർവെൽ ആകുമ്പോൾ എന്ന് ഇറങ്ങിപ്പോയാലോ എന്ന് തോന്നും. അപ്പോഴാണ് ആരോ പറയണത്, എടാ ഇന്റർവെൽ കഴിഞ്ഞിട്ടാണ് ആണോ ബെസ്റ്റ് വരാതിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ വിനയേട്ട ഏതെങ്കിലും ഒരു റോള് ഭയങ്കരമായിട്ട് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാതിരുന്ന എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ? ഇല്ല, അങ്ങനെ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഒരുപാട് വേഷങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ചോദിച്ചുകൊണ്ട് പറയാണ്, ഭരത് ഗോപി സാറ് ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ് പണ്ടേ മുതൽ. അപ്പോൾ അദ്ദേഹം ഓരോ സിനിമയിലും ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അത് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട്, വളരെ സാധാരണക്കാരനായ ക്യാരക്ടറും ചെയ്യും, ഹൈഫൈ ക്യാരക്ടറും ചെയ്യും.
അപ്പൊ അദ്ദേഹം പോർട്രേ ചെയ്യുന്ന രീതി എനിക്കും ചെയ്താൽ കൊള്ളാമെന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ള. അല്ലാതെ ഇപ്പൊ ആസ് ഓഫ് നോ എനിക്ക് അങ്ങനെ ക്യാരക്ടേഴ്സ് ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല, വരും. അപ്പൊ മനസ്സിലായി. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ഐഡിയൽ ആയിട്ട് കരുതുന്ന ഒരു റോള്, ഏതെങ്കിലും ഒരു മൂവിയുടെ ഒരു റോള് ഭയങ്കരമായി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇത്? ഇപ്പൊ ഈ ഭരത് ഗോപി സാറിന്റെ തന്നെ ഭരതൻ സാറിന്റെ ഒരു പടമാണ് പാളങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അതില് വളരെ ഡെപ്ത് ഉള്ള ഒരു മൂവിയാണ്. അതില് അദ്ദേഹം എഞ്ചിൻ ഡ്രൈവറോ അങ്ങനെ എന്തോ ഒരു നെഗറ്റീവും ഉണ്ട്. പക്ഷെ അയാള് ഫാമിലി അങ്ങനെ അയാളുടേതായ സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആള്. പക്ഷെ ഒരു മൊമെന്റില് അയാള് നമുക്ക് വില്ലനായി തോന്നും. ശരിയാ. ലൈക്ക് ഇന്ന് ചിലപ്പോ ഒന്നും കൂടെ കാണുകയാണെങ്കിൽ അതിന് വേറൊരു ഡെപ്ത് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അതെ, അപ്പൊ അതെ 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 മറ്റേ വൈഫിന്റെ സിസ്റ്റർ ലൈഫിലേക്ക് വരുമ്പോ ഉള്ള ആ ഒരു അതുവരെ അവരുടെ ഫാമിലിയിൽ ഒരു പ്രശ്നമില്ല, ഹാപ്പിനെസ് ആണ്. അത് വേറൊരാള് വരുന്നു എന്ന് പറയുമ്പോഴാണ് അയാളുടെ മൈൻഡ് ഇതാവുന്നു. അപ്പൊ ആ ക്യാരക്ടർ എനിക്ക് അതൊക്കെ കിട്ടിയ അത്രത്തോളം ഒന്നും എത്തൂല, എന്നാലും ആ ചോയ്സസ് നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്യാരക്ടറിൽ നമ്മുടെ ഡെപ്ത് ഉണ്ട്. അതെ അതെ. ആസ് ഓഫ് ടുഡേ ഇതുവരെ എടുക്കാത്തൊരു ബോൾഡ് റിസ്ക്? ആ ചിരിയുടെ അർത്ഥം എന്തായിരുന്നു? റിസ്ക് ഇപ്പൊ ഇത് തന്നെയാണ് സംഭവം. ജോലിയൊക്കെ കളഞ്ഞ് റിസൈൻ ചെയ്ത് ഞാൻ ഇതിന് വേണ്ടിട്ട് അത് എടുത്തു കഴിഞ്ഞു. ഇനി എടുക്കാത്ത റിസ്ക്, ഇനി ഇന്റർവ്യൂടെ വിജയേട്ടൻ എടുത്തിരിക്കണം. അങ്ങനെ ഇതുവരെയും എടുക്കാതെ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുന്ന ഒരു റിസ്ക് ഇല്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാൻ. അങ്ങനെ വേറെ റിസ്ക് എടുക്കണമെന്നോ ഉണ്ടാവാം. ഇനി മുന്നോട്ട് പോകാൻ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിലിപ്പോ കുറച്ച് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ആക്ടർ ആണെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ടെങ്കിൽ ഐ വോണ്ട് ടു ബി എ ബെറ്റർ ആക്ടർ. അപ്പൊ അതിലേക്ക് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ്. അപ്പൊ തൽക്കാലം ഞാൻ വേറെ റിസ്കുകളൊന്നും എടുക്കുന്നില്ല. അത് പോരാ. ശരി, റിസ്ക് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇതിന് ഉത്തരം പറഞ്ഞാലേ ഇനി ഇന്റർവ്യൂ മുന്നോട്ട് പോവുള്ളൂ. ഇമേജ് കാത്തു സൂക്ഷിക്കണം എന്ന ഒരു കാരണം കൊണ്ട് ഒരു കോൺഷ്യസ് ആയിട്ട് നോ പറഞ്ഞ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്? ഒരു ക്യാരക്ടറിനായിക്കോട്ടെ, ഒരു റോളിനായിക്കോട്ടെ, ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ. അതായത് ഇത് പറ്റില്ല, ഇത് എനിക്ക് ചേരുന്നതല്ല എന്നുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ. ഇല്ല, അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ അങ്ങനെ ഇമേജ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്, കാരണം ഞാനൊരു ആക്ടറാണ്. അപ്പൊ അവര് ഒരു വേഷം എനിക്ക് തരുമ്പോ അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ, ഞാനത് ചെയ്താൽ നന്നായിരിക്കും. അപ്പൊ എൻ്റെ പാട്ട് എന്താണെന്ന് വെച്ചാൽ അവർ ചിന്തിച്ചതിനേക്കാളും ഒരു 100+ ബെറ്റർ ആക്കുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഈ ചോദിച്ച പോലെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. എന്നാൽ ഞാൻ ചോദ്യം കുറച്ചുകൂടി ഒന്ന് മാറ്റി പറയാം. കുറച്ച് ആഢ്യത്തുള്ള ഒരു ലുക്ക് ഉള്ളത് കൊണ്ട് തന്നെ വിനയേട്ടൻ്റെ പാടെന്തായിരിക്കും ഈ ഫോളോയിങ് ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട്? ഒരു കൊമേഡിയൻ, ഒരു ഭയങ്കര പക്കാ കൊമേഡിയൻ, അല്ലെങ്കിൽ ഒരു ലോ സ്റ്റേറ്റസ് കോ ഉള്ളൊരു വില്ലൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോ പ്രൊഫൈലുള്ള ഒരാൾ, അങ്ങനെ എന്തെങ്കിലും ഇതിലെന്തായിരിക്കും വിനയേട്ടനെ തന്നെ പോർട്രേ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുള്ള റോൾ എന്തായിരിക്കും? അല്ല, ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കോൺഫിഡൻ്റ് ആണ്. ഏത് ക്യാരക്ടറും എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. പക്ഷേ റോള് തരുന്ന ആള് അയാൾക്കൊരു സെക്കൻഡ് ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ അത് വർക്കാവില്ല. കാരണം ഈ ലുക്കും ഇതും വെച്ചിട്ട് ഒരു ആശാരിയുടെ വേഷം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യും. പക്ഷെ ആൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഐ ഹാവ് ടു പ്രൂവ് എം. ഞാൻ ഓഡിഷൻ കൊടുക്കും, സീ സർ ഐ ക്യാൻ ഡു ദിസ് വേ ദാറ്റ് വേ. അത് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കാം. അല്ലാതെ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് അങ്ങനെ ഞാനൊരു തോട്ട് എടുത്തിട്ടില്ല. ഞാൻ വർക്ക് ചെയ്യും. അത് ആ റോളാണ് എനിക്ക് തരണതെങ്കിൽ ഞാൻ ചെയ്യും. അതാണ് എൻ്റെ ഒരു ഗട്ട്. ഓക്കെ, ഇതിപ്പോൾ പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഒത്തിരി ആക്ടേഴ്സിൻ്റെ ആ ഒരു ഇമേജ് തന്നെ അങ്ങ് പൊളിച്ചെഴുതിയ
മൂവീസും ഡയറക്ടേഴ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സോൾട്ട് ആൻഡ് പെപ്പറിൽ നമ്മുടെ ബാബുരാജ് സാർ ചെയ്ത, നമ്മൾ ഇത്രയും നാൾ വില്ലനായിട്ട് കണ്ടിട്ട് പെട്ടെന്നൊരു കോമഡിയനായിട്ട് കാണുക, അത് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തുക എന്നുള്ളതേ, അത് എനിക്ക് തോന്നുന്നു വിനേട്ടൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു ഡയറക്ടർ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്കോപ്പ് കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വിനേട്ടനെ പൊളിച്ചെഴുതാനുള്ള ഒരു റോളെന്ന് വിനേട്ടൻ ഇപ്പോൾ ഒരു മൂവീസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് ഒരു ക്യാരക്ടർ ആയിരിക്കാം പൊളിച്ചെഴുതുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ? ഒരു സാധാരണക്കാരനായിട്ടോ, കാരണം ഞാൻ ഈ ഇടയ്ക്ക് ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൽ സാറ് എന്നോട് പറയാണ്, എനിക്ക് തന്നെ ലുങ്കി ഉടുത്തൊന്നും സങ്കല്പിക്കാനേ പറ്റില്ല. ഒരു അപ്പം ഞാൻ ലുങ്കി ഉടുക്കും, നോ 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 അങ്ങനെ. എന്നിട്ട് പുള്ളി തന്ന ഒരു പ്ലേ, അതിൽ ഞാൻ ലുങ്കി ഉടുത്ത് ഞാൻ വർക്ക് ചെയ്യേണ്ടി വന്നു അതില്. അപ്പൊ അത് ചോദ്യം എന്തായിരുന്നു? അതെ, പൊളിച്ചെഴുതാൻ പറ്റിയ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അതെ ഒരു സാധാരണക്കാരൻ എന്നുള്ളത് അല്ലേ? ശരിയാണ്, നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ഇമേജ് മറ്റൊന്ന് നമ്മൾ ബ്രേക്ക് ചെയ്യാം. ഇപ്പൊ ബാബുരാജ് എന്ന് പറഞ്ഞ ആക്ടർ, അദ്ദേഹം വില്ലനിസം മാത്രം കാണിച്ച് നമ്മളുടെ മനസ്സിൽ അദ്ദേഹം അങ്ങനെയാണ്. ഈവൻ കൊച്ചി ഹനീഫ സാറ്, അദ്ദേഹം ക്രൂര വില്ലനായിട്ട് മഹാനദി സിനിമയിലൊക്കെ അഭിനയിച്ച ആളാണ്. ആളൊരു സുപ്രഭാതത്തില് കിരീടത്തില് ഒരു കൊമേഡിയനായിട്ട് നമ്മളെ ജനാർദ്ദൻ സാറ്. അപ്പൊ ഇവരൊക്കെ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ക്യാരക്ടറുമായിട്ട് ഒരാൾ സമീപിച്ചാൽ യു വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ഇറ്റ് അപ്പ് അല്ലേ? പവിത്രം പോലുള്ള ഒരു ഹിറ്റ് ആയിട്ടുള്ള ഒരു സീരീസിന്റെ പാർട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, എപ്പോഴും മലയാളം സീരീസ്, എസ്പെഷ്യലി മലയാളം സീരീസ് ഭയങ്കര വുമൺ ഓറിയന്റഡ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? അതെന്തായിരിക്കും? ആൻസർ ഇസ് സിമ്പിൾ. കൂടുതൽ ഓഡിയൻസ് ഫീമെയിൽ മീൻസ് വിമൻ ആണ്. അവരാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ്, അതും ബോൾഡായിട്ടുള്ള, ഇപ്പം എൻ്റെ സീരിയലിൽ, ഞാൻ അഭിനയിക്കുന്ന സീരിയലിൽ അതിൽ നായിക ഭയങ്കര ബോൾഡാണ്. അത് ഏത് വീട്ടമ്മമാർക്കും ആഗ്രഹിക്കുന്ന ഒരു സംഭവം. ഇപ്പം സിനിമയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ഓറിയന്റഡ് ആവാൻ കാരണം നമ്മൾ നമ്മുടെ ഹീറോ അമാനുഷികനാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് സീരിയലിൽ ലേഡീസാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്, അമ്മമാരാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. പിന്നെ അത് പ്ലസ് പ്രൊഡ്യൂസറിന് പൈസ വസൂൽ. അത് കറക്റ്റ്. ഒരു എസ്പെഷ്യലി പവിത്രത്തിന്റെ സെറ്റിൽ നിന്നും ആ ഒരു എക്സ്പീരിയൻസ്, കാരണം വിനേട്ടൻ എനിക്ക് തോന്നുന്നു ആദ്യത്തെ സീരീസ് ആണ് അല്ലേ, ഒരു ആഡ്സിൽ നിന്നും ഒരു മൂവീസിൽ നിന്നും ഒരു ട്രാൻസിഷൻ വന്നിട്ട് പോയപ്പം എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് അവിടെ? ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഹാഫ് മൈൻഡഡ് ആയിട്ടാണ് പോയത്. കാരണം എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത് അവിടെ ബംഗാളി പണിയായിരിക്കും. എനിക്കാണെങ്കിൽ ഞാൻ സ്മാർട്ട് വർക്കിങ്ങിൻ്റെ ആളാണ്. അപ്പോൾ ഇവിടെ നോ ഷോർട്ട് കട്ട്സ് എന്നുള്ളത് എനിക്ക് വ്യക്തമായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ഡൗട്ടിലാണ് ഞാൻ പോയത്. അത് കഴിഞ്ഞ് അവിടെ സ്ക്രിപ്റ്റ് ഞാൻ 2 ദിവസം മുന്നേ ചോദിക്കുന്നുണ്ട്, അവർ ചിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല വരും. അത് കഴിഞ്ഞൊരു ഷോട്ടിന് മുമ്പെയാണ് അവർ സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് തരുന്നത്. അപ്പം ഇതിൽ വാലും തുമ്പൊന്നും എനിക്കറിയാൻ പാടില്ല. നമ്മൾ ആക്ടിങ്ങിൽ പഠിക്കുന്നുണ്ട് 5Ws, ക്യാരക്ടർ സ്റ്റഡി, അത് ഇത് എന്നൊക്കെ പറയാൻ പല സംഭവങ്ങളും ഞാനിങ്ങനെ എൻ്റെ ഗുരുക്കന്മാരെ സ്മരിച്ചുകൊണ്ടിരുന്നു, ഇതെവിടെ. പക്ഷെ ഒന്നുമില്ല, ഞാൻ ശരിക്കും വെള്ളം കുടിച്ചു. ഡയറക്ടർ ആകെ അപ്സെറ്റായി, റൈറ്റർ അപ്സെറ്റായി. അതായത് ഞാൻ അവരോട് പറഞ്ഞു, എന്നെ ഒന്ന് മാറ്റാവോ പ്ലീസ്. ഞാൻ ആകെ ഡൗൺ ആയി. അതായത് തമിഴിലെ വില്ലനായിട്ട് വന്നിട്ട് അവിടെയൊക്കെ പോയി ഞാൻ എല്ലാ കസർത്തും കഴിഞ്ഞ് ഞാൻ അവിടെ വന്നിട്ട് ഞാൻ ആകെ ഡൗൺ ആയി. അത് കഴിഞ്ഞിട്ട് ദേ സപ്പോർട്ടഡ് മീ. ഡയറക്ടർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും എൻ്റെ കോ ആർട്ടിസ്റ്റുകളാണെങ്കിലും അവർ എന്നെ സപ്പോർട്ട് ചെയ്ത്. അവർ പറഞ്ഞ്, ഇതത്ര തലപോണ കേസൊന്നുമല്ല, യു ക്യാൻ ഡു ഇറ്റ്. ഒരു 2 ഷെഡ്യൂൾ ആകുമ്പോഴേക്കും, അതായത് അതിൽ പ്രോംപ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഉള്ള പരിപാടിയാണ്. അതായത് അവർ ബാക്കിൽ നിന്ന് ഒരാൾ പറയുന്നു, നമ്മൾ അതിൻ്റെ മൂഡ് പിടിച്ച് അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്ക്രിപ്റ്റ് ഒന്ന് ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ എന്താണ് സിറ്റുവേഷൻ എന്നൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതാണ് അവർ പറഞ്ഞു തന്നത്. പക്ഷെ ഫസ്റ്റ് ടൈം ഓക്കെ, പക്ഷെ എനിക്ക് ഡയലോഗ്സ് വരുന്നില്ല, അയാൾ പറയുന്ന മൂഡിനനുസരിച്ച് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്താ അടുത്തത് പറയുന്നത്. അപ്പം ഇവിടെ ഡയറക്ടർ ചോദിക്കുന്നത്, ഇതെന്താ ഇയാൾ കാണിക്കുന്നത്,
എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. പക്ഷെ ഒരു 2 ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ എനിക്ക് സ്റ്റോറി മനസ്സിലായി, ഇങ്ങനെയാണ് ഇതിൻ്റെ പോക്ക്. പിന്നെ ഞാൻ പ്രോംപ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അതെങ്ങനെ വർക്ക് ചെയ്യാന്നുള്ള അതും ഞാൻ ഉടനെ എൻ്റെ സാറന്മാരെയൊക്കെ വിളിച്ചു, ഇതെങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളത്. അപ്പം അവർ പറഞ്ഞു യു ക്യാൻ ഡു ഇറ്റ് മെൻ, വെറുതെ ഓവർ ടെൻസ്ഡ് ആവല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവരും എന്നെ കൂളാക്കിയിട്ട്, ഡയറക്ടറും അതെ റൈറ്ററും അതെ, അവരും എന്നെ സപ്പോർട്ട് ചെയ്തു. പിന്നെ ആർട്ടിസ്റ്റുകളും പല ആക്ഷൻസൊക്കെ എനിക്ക് കാണിച്ചു ഇങ്ങനെ പറയണം എന്നൊക്കെ പറയും. അതായത് നമ്മൾ സിനിമയിൽ നമ്മൾ ഒരു എക്സ്പ്രഷൻ ഇടുമ്പോൾ കുറച്ച് ചെറുതായിട്ടൊന്ന് കൊടുത്താൽ തന്നെ അത് ഓഡിയൻസിലെത്തും, കാരണം ഇറ്റ്സ് എ ബിഗ് സ്ക്രീൻ. ഇവിടെ ചെറിയൊരു സ്ക്രീൻ ആകുമ്പോൾ നമ്മൾ കുറച്ച് ഓവറായിട്ട് കൊഞ്ചം. പക്ഷെ നോർമൽ ഞാൻ കേട്ടേക്കണത് അവര് പറയുന്നുണ്ട്, നോർമൽ സീരിയൽസിനേക്കാളും ഇത് കുറച്ചുകൂടി സിനിമാറ്റിക് മേ ബി അതിന്റെ ഡയറക്ടർ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ് അദ്ദേഹം. മറ്റേ ഉദയനാട് താരം അങ്ങനെയുള്ള സിനിമയിൽ നിന്ന്. പിന്നെ റൈറ്റർ ആണെങ്കിൽ അദ്ദേഹമാണ് ഇതിന്റെ പ്രോജക്റ്റിന്റെ ഹെഡ്. അദ്ദേഹമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വെറുതെ അല്ല ഭാര്യ, ജയറാമിന്റെ, പിന്നെ സ്വപ്ന സഞ്ചാരി, അങ്ങനത്തെ മൂവീസിന്റെ റൈറ്ററാണ് അദ്ദേഹം. അപ്പൊ അവർക്ക് അറിയാം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് അവർക്കറിയാം. പിന്നെ ഐ സ്റ്റാർട്ടഡ്. പിന്നെ ഞാൻ അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ശരി, ഞാൻ ആദ്യം ഒന്ന് പാളിയെങ്കിലും ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്. ഞാൻ ഇവരെല്ലാവരുമായിട്ട് ഞാൻ പോയി, എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്, ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്. ഐ ഹാവ് ടു ചൂസ് ദ വൺ ദാറ്റ് സ്യൂട്ട്സ് മീ എന്നുള്ള രീതിയിൽ. നോ ഇറ്റ്സ് ഗോയിങ് ഫൈൻ ഐ ഗെസ്. യെസ് വി ഓൾ നോ ഗോയിങ് ഗുഡ്. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് മെൻഷൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ വാരിസിലൊരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ തമിഴ് മൂവീസും മലയാളം മൂവീസും ഒക്കെ തമ്മിൽ എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? കാരണം എന്തായാലും ഇൻഡസ്ട്രിയും ആൾക്കാരും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? അപ്പൊ എന്താണ് ഒരു രണ്ടിലും വർക്ക് ചെയ്തിട്ടുള്ള ആളെന്നുള്ള രീതിയിൽ? അല്ല, ബേസിക്കലി ഞാൻ ഇവിടെ കുറ്റപ്പെടുത്തുകയല്ല, നമ്മളുടെ സ്ഥായിയായ ഭാവം നമുക്ക് എല്ലാം അറിയാം. എല്ലാത്തിനോടും അപ്പൊ ആ ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കാരണം പുതിയ ആള് വന്നു കഴിഞ്ഞാല് ഇങ്ങനെ ഒരു നോട്ടവും പിന്നെ എന്ത് ചെയ്യുന്നു എന്നുള്ള രീതിയില്. പക്ഷെ തമിഴില് നമ്മൾ മലയാളത്തിൽ നിന്ന് വന്നേക്കണം. അതായത് ഇംഗ്ലീഷിലൊരു സീയിങ്ങുള്ള ഞണ്ടുകളുടെ ഇടയിൽ കയറി വന്ന ഒരുത്തരാണ്. അപ്പൊ അവൻ്റെ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള രീതിയിൽ. പക്ഷെ ദേ വെൽക്കം അസ്. ഇപ്പൊ ഇവിടുന്ന് ഒരുപാട് പേര്, ഇപ്പൊ അനശ്വര രാജൻ കഴിഞ്ഞ ഒരു വിത്ത് ലവ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി, അതില് സൗന്ദര്യ, രജനീകാന്ത് അവര് പറയാണ് ഇനി ഞങ്ങൾ എടുക്കുകയാണ് കേട്ടോ. നല്ല പെർഫോമൻസ് ആണ് അവര് തെലുങ്കുകാർ കൊണ്ടുപോയി. അതുപോലെ അതായത് നമ്മൾ മലയാളികൾ പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മള് അത് പണ്ടേ അങ്ങനെയാണല്ലോ. നമ്മൾ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ നമ്മള് നന്നായിട്ട് പണിയെടുക്കും. ഇവിടെ നിന്ന് നമ്മൾ പണിയെടുക്കും. അങ്ങനെയുള്ള വ്യത്യാസം. ഒരു പഠിക്കാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കണ്ട് എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നിന്നും പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ എവിടെയാണ് കൂടുതൽ നമുക്ക് ആസ് ആൻ ആക്ടർ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളതെന്ന് തോന്നിയിട്ടുള്ള ഇൻഡസ്ട്രി? ഇല്ല, 2 സ്ഥലത്തു നിന്നും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മള് അങ്ങനെ അതില് കുറ്റം കാണുക അതിന്റെ ആവശ്യമൊന്നുമില്ല. അവിടെ എന്താണോ അതായിട്ട് നമ്മൾ എങ്ങനെ പോവാന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് തിങ്ക് ചെയ്യേണ്ടത്. ഇവിടെ ഇങ്ങനെയാണ്, ഞങ്ങളുടെ അവിടെ അങ്ങനെയൊക്കെ ആയിരുന്നു, അങ്ങനെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരിങ്ങനെയാണ്, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുക, അതർവൈസ് ചെക്കൗട്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ അവിടെ ഏത് യൂണിറ്റിൽ ചെന്നാലും ഞാൻ അവരായിട്ട് എങ്ങനെ, അവരുടെ വേ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കയറുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ അതിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ അവിടെ കുറ്റം കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെയാണ് അവിടെ അങ്ങനെയാണ് അതിന്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ യുവർ ജോബ് എന്നുള്ള മനസ്സിലായി. ഓക്കെ വിനയേട്ടാ, ഇനി അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ റാപ്പിഡ് റിഫ്ലക്ഷൻ റൗണ്ട് ആണ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഞാൻ പോണോ എന്നാണോ? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. വിനയേട്ടൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ ആദ്യം എന്താണോ മനസ്സിൽ വരുന്നത് അത് അതിനെക്കുറിച്ച് ഉള്ള അഭിപ്രായം കോമന്റ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് എൻ്റെ കയ്യിൽ റെഡിയാണ്.
പേഴ്സണലി ചേഞ്ച് ചെയ്തൊരു റോള്? പേഴ്സണലി ചേഞ്ച് ചെയ്ത റോള് എനിക്ക് ഇത് പറയണം, 2 ഫേസ് ആയിട്ട് തന്നെ പറയണം. ഒന്ന്, കല്യാൺ സിൽസ് പരസ്യം, അത് ഒരു മാറ്റം കൊണ്ടുവന്നു. പിന്നെ എങ്ങനെ? എനിക്ക് കൂടുതൽ റീച്ച് വരാൻ തുടങ്ങി, ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആൻഡ് ഒരു ഫെയിം അങ്ങനെയുള്ള ഒരു ഇതാണെങ്കിൽ സീരിയൽ നമ്മൾ അല്ലെങ്കിൽ ആളുകൾ നമ്മളെ എവിടെയോ കണ്ടിട്ടുണ്ടെന്നല്ല, ഇപ്പൊ അങ്ങനെയല്ല. നമുക്കൊരു സൊസൈറ്റിയിൽ അതും ക്യാരക്ടർ അങ്ങനെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ജഡ്ജിയാണ് അതിൽ. ജസ്റ്റിസ് ശങ്കരനാരായണൻ ക്യാരക്ടർ ആയതുകൊണ്ട് പീപ്പിൾ ഗീവ് മീ ദാറ്റ് റെസ്പെക്ട്. ഞാൻ മറന്നു പോകും, ഞാൻ വിനയ് മേനോനായിട്ട് ഞാൻ ഇങ്ങനെ നടക്കുമ്പോ സർ അപ്പൊ അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനിയും ബ്രേക്ക് ആകാത്തൊരു ഫിയർ? ബ്രേക്ക് ആകാത്തൊരു ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയും അതിൽ നിന്നും പുറത്തേക്ക് വരാൻ ഒത്തിട്ടില്ല എന്ന് തോന്നുന്നത്? അങ്ങനെയൊന്നുമില്ല. ഡിസിപ്ലിൻഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇന്നും ഹെൽപ്പ് ചെയ്യുന്നൊരു ഹാബിറ്റ്? ഡിസിപ്ലിൻഡ് ആയിട്ട് നിൽക്കുക, പങ്ക്ച്വൽ ആവാന്നുള്ളത്. പങ്ക്ച്വാലിറ്റി. അതായത് അതെ, ഞാനും ശ്രദ്ധിച്ചു. കാരണം നമ്മൾ 4 മണിക്ക് ഷൂട്ട് പറഞ്ഞിങ്ങനെ വിനയേട്ടൻ 3:45 എത്തി. അത് ഞാൻ എല്ലായിടത്തും അങ്ങനെ പലരും എന്നെ ചീത്തയും വിളിച്ചിട്ടുണ്ട്. ഞാൻ പണ്ട് ആഡ് ഷൂട്ട്സിന് അല്ലെങ്കിൽ പ്രസന്റേഷൻ ആഡ്സ് ഇനീഷ്യൽ സമയത്ത് പോകുമ്പോ ഞാൻ അവിടെ 10 മിനിറ്റ് മുമ്പ് എത്തും. അപ്പൊ ഇവര് ഇത്ര നേരത്തെ എത്തിയോ, ആയിട്ടില്ലല്ലോ സമയം എന്ന് പറയുന്നു. പിന്നീട് അതെ വിനയാണ്, നിങ്ങളും റെഡി ആയിട്ടിരുന്നു എന്ന് പറയുന്ന ലെവലിലേക്ക്. അത് നമ്മൾ ഒരാൾ വിളിക്കുമ്പോൾ അതിനൊരു റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമായി പോയി. അടിപൊളി, നല്ല ശീലം. ഇന്നും സീക്രട്ട്ലി വാല്യൂ ചെയ്യുന്നൊരു ക്രിറ്റിസിസം ഞാൻ നല്ലതാണെങ്കിൽ അത് മീൻസ് നല്ലത് ചെയ്തല്ല, നമ്മൾ ചെയ്യുന്ന ഏത് റോള് ചെയ്തിട്ട് അത് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്ന് അവർ ആ ഏരിയാസ് ഒക്കെ പറയുമ്പോൾ ഞാനത് പോസിറ്റീവ്ലി എടുക്കാറുണ്ട്. കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ? അല്ല, അങ്ങനെ സ്പെസിഫിക് എന്നല്ല, എല്ലാത്തിലും ക്രിറ്റിസിസം വരും, നല്ലതും ചീത്തയും വരാറുണ്ട്. ഒരു ക്രിറ്റിസിസം പറയാമോ? നല്ല ക്രിറ്റിസിസം വേണ്ട, നമുക്ക് ചീത്ത കേട്ടോ. എനിക്ക് ഓർമ്മയില്ല. അത് ശരിയായില്ല. ഇതുവരെയും വിശ്വസിക്കാത്ത ഒരു കോംപ്ലിമെന്റ്? അതായത് സീരിയൽ ചെയ്തിട്ട് ഇറ്റ്സ് വർക്കിംഗ് മാൻ, നിങ്ങൾ ശങ്കരനാരായണനായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ റിയലി എന്ന് ആദ്യമൊക്കെ ഞാൻ എൻ്റെ ഡയറക്ടറിനോട് അപ്പോൾ അവർ പറയുന്നത് അടോ താൻ നല്ല ഗംഭീരമായിട്ടുണ്ട് എന്ന് പറയുമ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഐ വാസ് നോട്ട് ഹാപ്പി. ഞാൻ കുറച്ചും കൂടി എഫേർട്ട് എടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്. ആ ഇത് ഉള്ളിലുള്ളതുകൊണ്ട് നന്നായി എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ഉള്ളിലൊരു ക്രിട്ടിക് ഉണ്ട്. ഞാൻ പറഞ്ഞ നോന്നു കുറച്ചും കൂടി വർക്ക് ചെയ്യാനുണ്ട്. ഇഫ് നോട്ട് മൂവീസ് ദെൻ? ഇഫ് നോട്ട് മൂവീസ് ദെൻ എന്ന് പറയാനായിട്ട് ഇപ്പൊ ഈ പ്രായത്തിൽ എനിക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല. ഇഫ് യു ഹാഡ് ആസ്ക്ഡ് മീ 20 years ബാക്ക്, ഡെഫിനറ്റ്ലി അതിന് പല പല ഉത്തരങ്ങൾ വന്നേനെ. പക്ഷെ ആസ് ഓഫ് നോ നത്തിങ് എൽസ്. ഒന്നിനെ കുറിച്ച് ഇനി ആലോചിക്കുന്നില്ല, ഞാൻ ചിന്തിക്കുന്നില്ല. ആക്ടിങ് ഈസ് കംപ്ലീറ്റ് ചെയ്യാമോ? ആക്ടിങ് റിയൽ ആവുന്നത് ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴല്ലേ. അങ്ങനെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. acceptance of audience? acceptance of audience. Success അത് ഓരോ വ്യക്തികളിലും. For you? For happiness. Super. ഒരു ലാസ്റ്റ് സിഗ്നേച്ചർ ക്വസ്റ്റ്യൻ ഫ്രം ടെയിൽസ് അൺടോൾഡ് ആണ്. വിനയേട്ടൻ്റെ ലൈഫിൽ ഇതുവരെയും പറഞ്ഞിട്ടില്ലാത്ത ഒരു അൺടോൾഡ് ടെയിൽ അല്ലെങ്കിൽ ഒരു കഥ നമുക്ക് വേണ്ടി. അൺടോൾഡ് അല്ലേ, അപ്പൊ പിന്നെ അൺടോൾഡ് ആയിട്ട് തന്നെ. ഞങ്ങളുടെ ഗസ്റ്റുകൾ പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇന്നത്തോടെ അത് ടോൾഡ് ആവും, പക്ഷെ ഇതുവരെയും അൺടോൾഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു സ്റ്റോറി
ഞാൻ ഒരുവിധം എല്ലാ കഥകളും പറഞ്ഞിട്ടുണ്ട്, ഇനി ഇവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. എന്നാലും അത്ര ഇതൊന്നുമില്ലാത്ത രഹസ്യങ്ങളുടെ എന്താണ് അതിന്റെ അകത്തോട്ട് കയറി പോകുമ്പോ നമുക്കൊരു അറിയാൻ പറഞ്ഞേ മതിയാവൂല. അയ്യോ ഇത് സിഗ്നേച്ചർ ക്വസ്റ്റ്യൻ ആണ്, എന്ത് ദൈവം ഇത് പറഞ്ഞാലേ പറ്റുള്ളൂ. അല്ല എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല അങ്ങനെ പ്രത്യേകിച്ച്. അങ്ങനെ ഞാൻ ഒന്നും അങ്ങനെ സീരിയസ് ആയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. ഒരു ഇമോഷണൽ മൊമെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുത്തൊരു അവസരം ആയിക്കോട്ടെ, ലൈക്ക് മേ ബി അൺടോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രേക്ഷകരോട് അല്ലെങ്കിൽ പബ്ലിക് ഫോറത്തിൽ പറയാത്തത്, സംതിങ് വിച്ച് ഈസ് വെരി പേഴ്സണൽ ടു യു, ഓർ ലൈക്ക് സംതിങ് വിച്ച് യു ഫീൽ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയ എന്തെങ്കിലും ഒരു കഥ. അല്ല നമ്മൾ ഈ അൺടോൾഡ് ആണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നോർമലി എവറി ഹ്യൂമൻ ബീങ് വർക്ക്, നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും നമ്മളെ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ്. ഒരു ആക്ടർ എന്ന നിലയിൽ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ്. ലാസ്റ്റ് മാൻ, അതായത് ഓഡിയൻസ് വരെ അവരും കൂടി ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ടെക്നീഷ്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഡയറക്ടറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, റൈറ്റർ അദ്ദേഹം നല്ല കഥ എഴുതിയാലേ നമുക്ക്, നല്ല സ്ക്രിപ്റ്റ് തന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് എല്ലാം കഴിഞ്ഞ് ഓഡിയൻസ് അത് കണ്ടാലേ. അപ്പോൾ അതിൽ ആ ഒരു സംഭവം എല്ലാവർക്കും അറിയായിരിക്കും. അത് എന്താ പറയാന്, അത് ഉള്ളിലൊരു ടെൻഷൻ തന്നെയാണ്. കാരണം ഞാൻ കരിയറിൽ വേറൊരു ഫീൽഡിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് നമ്മൾ ഒരുപാട് നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമാണ് എന്നുള്ള ഒരു സംഭവമുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇതുവരെ എനിക്ക് അങ്ങനെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, ഇനിയും അങ്ങനെ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനൊരു റീസെന്റ് ഇന്റർവ്യൂവിൽ കണ്ടതാണ്, കല്യാണി പ്രിയദർശൻ പറയുന്ന ഒരു കാര്യം. കല്യാണിയോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇത്ര എന്തുകൊണ്ട് ഇതുപോലുള്ള ക്യാരക്ടർ ചെയ്യുന്നില്ല, അങ്ങനത്തെ ഉള്ള ക്യാരക്ടർ ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ കല്യാണി പറയുന്നത് എന്താ വെച്ചാൽ, അങ്ങനെയുള്ള കഥകളുള്ള സ്ക്രിപ്റ്റ് തരൂ, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യൂ, ഇത് ചെയ്ത്. ഇപ്പൊ വിനേട്ടൻ പറഞ്ഞിട്ട് എനിക്കിപ്പോ അതാണ് ഓർമ്മ വന്നത്. അല്ലെ, കൂടുതൽ സ്ക്രിപ്റ്റ്സ് നല്ലതാവുമ്പോഴത്തേക്ക് ഒരു ആക്ടറിന്റെ പല മേഖലകളിലേക്ക്, നമുക്ക് ഒരു ഡയറക്ടറിന്റെ പല മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും, അവരെയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി. താങ്ക് യു വിനേട്ട, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. വി എൻജോയ് എവറി മൊമെന്റ്. താങ്ക് യു. സ്ക്രീനിൽ കാണുന്നത് പെർഫോമൻസസ് ആണ്, പക്ഷെ അതിന് പിന്നിലൊരു മനുഷ്യനുണ്ട്, തന്നെ ഇനിയും കണ്ടുപിടിക്കുന്ന, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ദീസ് വേ വിനയ് മേനോൻസ് ടെയിൽസ് അൺടോൾഡ്. താങ്ക് യു.